അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹൽറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നബിദിനമായി കഴിഞ്ഞാൽ, റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? നബിദിനത്തിന് നബി ചോറ് വെച്ചിട്ടുണ്ടോ? വേണ്ട, ഒരു സ്വഹാബികൾ ചോറ് വെച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നബി മൗലിദ് ഓതിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരും. ചിലതൊക്കെ സ്വാഭാവികമായ സംശയമാണ്, ചിലതൊക്കെ നമ്മളെ തന്നെ സംശയത്തിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സംശയങ്ങളാണ്. ഇത് കേൾക്കുന്ന ഒരു ശരാശരി സുന്നിക്കും ശരി തന്നെയാണല്ലോ, നബി ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്. സ്വഹാബികളെ നബിദിനായിട്ട് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഇതൊക്കെ കള്ളത്തരാണ്. നബി ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ രസകരമായ സംസാരമായിട്ട് തോന്നും. എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും സ്വഹാബിമാര് 4 ഖലീഫമാരൊരാളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു എന്ന് പറയാം. അപ്പൊ ഈ തെർലിയത്ത് ഇവരാരും ചൊല്ലാതെ നമ്മൾ എന്തിനു ചൊല്ലുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത് മദീന പള്ളി വികസിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടും എന്തിന് വികസിപ്പിച്ചു? നബി അത് വികസിപ്പിച്ചിട്ടില്ല. ഇന്ന് ആ പള്ളി ഒന്ന് നിങ്ങൾ കണ്ടോക്ക്, ഒരു ലോകല്ലേ, ഒരു കൊട്ടാരല്ലേ. മക്കത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? നബി പറഞ്ഞ മാറ്റങ്ങളാണോ? അപ്പൊ ഓരോന്നിനും കാലോചിതമായ മാറ്റങ്ങൾ വരും പോലെ ഹബീബായ നബി ഹുബ്ബ് വെക്കണം, സ്നേഹം വെക്കണം. ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ, ആഘോഷങ്ങൾ കാലോചിതമായിട്ട് മാറി വരാറുണ്ട്. അതിലെന്തിനാണ് തെളിവ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇതൊരു ആമിനയുടെ മകൻ മാത്രമല്ലല്ലോ ഹബീബായ നബി. ഹബീബായ നബി ആരാണെന്ന് അറിയുമ്പോഴാണ് ഈ ചോദ്യത്തിന്റെ വിഡ്ഢിത്തരം മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് വിശുദ്ധ ഖുർആൻ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല. അത് അബൂബക്കർ സിദ്ദീഖ് അല്ലേ ചെയ്തത്. പിന്നീട് അച്ചടിച്ചിട്ടില്ലല്ലോ. അച്ചടിച്ചതൊക്കെ പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ. വേണ്ട ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നബി ഏതെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടോ? നബി തന്നെ സ്വലാത്ത് എല്ലിയിട്ടുണ്ടോ? ഇസ്ലാമിനെ ശരിക്കും പഠിക്കാനിട്ടാണ്. ഇസ്ലാമിലെ ചില കാര്യങ്ങൾക്ക് യാതൊരു മാറ്റമില്ല, ബാക്കിയൊക്കെ ആലോചിതമായിട്ട് അതിന്റെ രീതികളിൽ മാറി വരാറ്. നമ്മൾ മതപഠനത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്? പള്ളികൾക്ക് മാറ്റങ്ങളില്ലേ? വിശുദ്ധ കഅബ, അതിന്റെ മതാഫ്, അവിടെയുള്ള അലങ്കാരങ്ങള്, അവിടെ വികസനങ്ങള്, എന്തിന് ജംറത്തുൽ അഖബയിൽ ആ ഒരു സ്തൂപം പോലും നമ്മൾ വലുതാക്കിയില്ലേ? അപ്പൊ ഇതൊക്കെ ഇസ്ലാമിൽ പറ്റും, മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഹബീബ നബിയുടെ സന്തോഷം കൊണ്ട് പാട്ട് പാടിയാൽ, ചോറ് വെച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താൽ, റാലി നടത്തിയാൽ ഇത് ചോദിക്കുന്ന ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന യൂട്യൂബിന് തെളിവുണ്ടോ? വാട്സപ്പിന് തെളിവുണ്ടോ? ഇൻസ്റ്റക്ക് തെളിവുണ്ടോ? വേണ്ട, മുജാഹിദിന്റെ നേതാവ് ഒരു കല്യാണം കഴിക്കുമ്പോൾ സ്വന്തം കമ്പനിയുടെ ഷെയർ ആണ് മാറായിട്ട് കൊടുത്തത്, അതിനിപ്പോ എന്താ തെളിവ്? ഇങ്ങനെ ഇതൊക്കെ അവനവന്റെ കാര്യം വരുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, നബിദിനം വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം. ഞാനൊരു സംഭവം പറയാം. ഹബീബായ നബി വെറും ഒരു ആമിനയുടെ മകനല്ല, അബ്ദുള്ളയുടെ മകൻ മാത്രമല്ല. ഇതൊക്കെ ആദ്യമേ ഉണ്ടായ നൂറിന്റെ ബാക്കിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യമേ ഉണ്ടായ ഫജ്ർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഹബീബ നബിയുടെ ഒന്നാം സ്റ്റേജ്. അബൂ സഖർ എന്ന് പേരുള്ള ഒരു സ്വഹാബ് റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ, മൂപ്പര് ഒരു ഗ്രാമീണ നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ നബി ഒരു വഴിക്ക് ഇറങ്ങാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു ഉണ്ട്. ഇവർ മൂന്നും കൂടി പോവാണ്. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു പോയി. ഇവര് നേരെ ചെല്ലുന്നത് ഒരു ജൂതന്റെ വീട്ടിലേക്കാണ്. ആ ജൂതന്റെ വീട്ടില് ആ ജൂതനായ പ്രായമുള്ള ഒരാളെ മകൻ എന്തോ അസുഖം പിടിച്ചിട്ട് മരണാസന്നനായിട്ട് കിടക്കാണ്. ആ മരണാസന്ന മകന്റെ അരികത്തിലിരുന്ന് തൗറാത്ത് വായിക്കാൻ, വളരെ ഭക്തിയോടെ വായിക്കാൻ. ആ വായിക്കുന്ന കണ്ടപ്പോൾ നബി ചോദിക്കുകയാണ്, ഈ ഒരു പുസ്തകത്തിൽ, ഈ തൗറാത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബിക്ക് ഭയങ്കര കൗതുകമായി. അപ്പോഴാണ് ആ സുഖമില്ലാതെ മരണാസനായിട്ട് കിടക്കുന്ന ആള് പറയാണ്, തീർച്ചയായിട്ടും അതിലൊരു ഭാഗത്ത് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. മക്കയിൽ ജനിക്കുകയും ത്വയ്ബ എന്ന ഈ മദീനയിലേക്ക് വരികയും ചെയ്യുന്ന ഒരാളായിരിക്കും മുഹമ്മദ് നബി, അതാണ് അന്ത്യപ്രവാചകൻ. ഈ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ ഇവർ മറച്ചു വെക്കലാണെന്ന് പറഞ്ഞു. ആര്? ഈ സുഖമില്ലാതെ കിടക്കുന്ന മകൻ. ആ മകനെ നമ്മൾ ഏറ്റവും അധികം കൂടി പരിചരിക്കണം. അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആദരവോടുകൂടി കബറടക്കം ചെയ്തു. ഈ സംഭവമൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം.
ഈ സംഭവമൊക്കെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അതേപോലെ ഇബ്നു കസീറിന്റെ ഗ്രന്ഥത്തില് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇമാം ഷൗക്കാനി റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവങ്ങൾ കാണാം. മറ്റൊരു സംഭവമുണ്ട്. അതായത് കഅബ് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഈ കഅബ് വളരെ വലിയൊരു ഒരു ജൂത റബ്ബിയുടെ മകനാണ്. ഒരു വലിയ ജൂത പണ്ഡിതന്റെ മകനാണ്. ഈ പ്രായമായ ഈ പിതാവ് മരണപ്പെടാൻ സമയത്ത് മകനോട് പറഞ്ഞു, മകനെ, ഈ തൗറാത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വളരെ രഹസ്യമായ ഭാഗങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാണ്. അങ്ങനെ പിതാവ് രഹസ്യമായിട്ട് സൂക്ഷിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് തൗറാത്തിന്റെ ചില ഭാഗങ്ങൾ. ആ ഭാഗം ഞാൻ മരണപ്പെട്ടതിന് ശേഷം നീ വായിക്കണം. എന്നിട്ട് ആ വായിച്ചിട്ട് കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രം നീ സ്വീകരിക്കുക. അദ്ദേഹത്തിന് ഭയങ്കര കൗതുകമായി, എന്തായിരിക്കും ആ രഹസ്യ ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, ആ രഹസ്യമായി സൂക്ഷിച്ചു വെച്ച ത്തിലുള്ള കാര്യങ്ങൾ എന്താണ്. അങ്ങനെ പിതാവിന്റെ മരണശേഷം ആ വസിയത്ത് പ്രകാരം ഇയാൾ ആ ഇത് വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞപ്പോഴുണ്ട് മക്കയിൽ ഉദിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചിട്ടാണ്. ആ പ്രവാചകൻ മക്കയിൽ വരും, മദീനയിലാണ് താമസമാവുക, അനുയായികൾ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും, ഭയങ്കര ത്യാഗപൂർണമായ ജീവിതമായിരിക്കും. അങ്ങനെ അനുയായികളെ കുറിച്ചുള്ള അടയാളങ്ങളാണ് ആ തൗറാത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ മനസ്സിലാക്കി മക്കയിൽ ഒരു പ്രവാചകൻ വന്നെന്നും അത് മദീനയിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. പല കാരണങ്ങളാൽ ഇയാൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ കാലമായപ്പോഴേക്കും അതിന് കഴിഞ്ഞില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ഇയാളുടെ ഗ്രാമത്തിലേക്കൊക്കെ ഇസ്ലാമിക സന്ദേശവുമായിട്ട് ആളുകൾ വരുന്നത്. വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര അതിശയമായി, ഇത് ശരിയാണോ എന്നറിയണം. ഈ തന്റെ പിതാവ് പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ തൗറാത്ത് വായിച്ചിട്ട് കിട്ടിയ ആ ഒരു നിർദ്ദേശം, ഒരു സൂചനകളൊക്കെ ഉണ്ടല്ലോ, ആ സൂചനകൾ പോലെ തന്നെയാണോ ശരിക്കും അറിയാൻ വേണ്ടി ആഗ്രഹം തോന്നി. ആ സ്വഹാബിയോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു. ആ സൂറത്തു നിസ എന്നൊരു ഭാഗമാണ് ആ സ്വഹാബി ഓതിയത്. സൂറത്ത് നിസായിലെ ഒരു ആയത്തുണ്ട്, ഈ മറ്റേ മുൻകാല വേദക്കാരോട് പറയാണ്, നിങ്ങളുടെ വേദങ്ങളിൽ, നിങ്ങളുടെ കിതാബുകളിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്താണ് നിങ്ങൾ അത് സ്വീകരിക്കാത്തത് എന്ന ഭാഗമായി. ഇത് കേട്ടപ്പോൾ അയാൾക്ക് ഉറപ്പായി ഇത് പ്രവാചകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉമറിന്റെ അടുത്തെത്തണം, ഖലീഫയുടെ അടുത്തെത്തണം, ഇസ്ലാം മതം സ്വീകരിക്കണം നിർബന്ധം. പിറ്റേ അന്ന് രാത്രി കഴിഞ്ഞ് പുലർച്ചെ ഈ മനുഷ്യൻ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ കഅബ് റളിയല്ലാഹു അൻഹു എന്ന പിന്നീട് അറിയപ്പെട്ടത്. ഈ സംഭവം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇമാം ഷൗക്കാനി റളിയല്ലാഹു അൻഹു, ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു, അതേപോലെ ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. ഏതെങ്കിലും ഒരു ദിവസം, ജനിച്ച സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കേണ്ട ഒരു ദിവസമല്ല. അത് എന്നുമുള്ള ഒരു ഹബീബ നബിയാണ്. പൂർവ്വകാല മതങ്ങളിൽ, പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ, വേദങ്ങളിലൊക്കെ ഹബീബ നബിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. അങ്ങനത്തെ ഒരു നബിയെ ആ ഒരു ജനിച്ച ദിവസമെങ്കിലും നമ്മളൊന്ന് പ്രത്യേക സന്തോഷങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യനാണോ? ഇപ്പൊ UAE-യിലൊക്കെ ഭയങ്കര ആഘോഷങ്ങൾ. പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് വെറും കേരളത്തിൽ മാത്രമേ നബിദിനുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ലോകം മുഴുവനും ഇത് ആഘോഷമാണ്. സൗദി അറേബ്യയിലും പണ്ടൊക്കെ ആഘോഷമായിരുന്നു, നൂറ്റാണ്ടുകളോളം ആഘോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ അവിടുന്ന് ഏതോ സൗദിയിൽ നബിദിനം ആഘോഷിച്ചവരെ പുറത്താക്കി. അതെന്തോ അവിടെ എന്തോ മാലോ മൗലിദോ നടത്തിയിട്ട് അവിടുത്തെ നിയമം അനുസരിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ ആരെയും പുറത്താക്കും. അത് നബിദിനം ആഘോഷിച്ചതിനെ പുറത്താക്കി എന്നൊക്കെയുള്ള വ്യാപകം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ നബിദിനം എന്നത് നബിയെ സ്നേഹിക്കുന്നവരുടെ ആഘോഷ പ്രകടനങ്ങൾ. അതൊരു അവസാന വാക്കല്ല. നബിയെ സ്നേഹിക്കുന്നതിന് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല അത്. അതിന്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അത് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഹുബ്ബു നബി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ആ കാരുണ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ നബി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈമാന്, നൂറാനിയത്ത് വർദ്ധിക്കണം. നമ്മൾ ഈ ഒരു നബിദിനം പ്രമാണിച്ച് നമ്മൾ കുട്ടികളുടെ കലാപ്രകടനങ്ങളുടെ വീഡിയോ കൊടുക്കലുണ്ട്. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ മദഹ് ഗാനങ്ങൾ നിങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കത് ഓരോ ദിവസങ്ങളായിട്ട് കുറച്ച് നമുക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യണതുള്ളൂ, നിങ്ങളുടെ കുട്ടികളുടെ പാട്ടുകൾ മൊബൈലിൽ ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പേര്, ക്ലാസ്, വയസ്സ്, ജില്ല, സ്ഥലം ഇതൊക്കെ എഴുതിയിട്ടാണ് അയക്കേണ്ടത്. ഓക്കെ, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.